ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ചെയ്തത് SP 125 ഷൈൻ വണ്ടിയുടെ എയർ ഫിൽറ്റർ മാറുന്നതാണ് ചെയ്തത്. അപ്പോൾ എയർ ഫിൽറ്റർ മാറുന്നത് വലത് ഭാഗത്താണ് എയർ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം സീറ്റ് ഒന്ന് അഴിക്കണം. സീറ്റ് അഴിച്ചിട്ട് ഈ സൈഡ് കവർ അഴിച്ച് അതിനകത്താണ് എയർ ഫിൽറ്റർ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സീറ്റ് ഒന്ന് അഴിക്കും. എന്നിട്ട് ഈ സ്റ്റാർ, ഇവിടെ ഒരു സ്റ്റാർ സ്ക്രൂ ഇതൊന്നും വേണം. എന്നിട്ടാ ഇവിടുത്തെ ബുഷ് സൂക്ഷിച്ച് ഇങ്ങോട്ടൊന്ന് വലിച്ചാൽ കണ്ടില്ല, ഇവിടെ രണ്ട്. ഇതിനകത്താണ് എയർ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 1, 2, 4 സ്ക്രൂ ഉണ്ട്. അപ്പോൾ ആ 4 സ്ക്രൂ നമുക്കൊന്ന് അടിക്കാം. ഒരു 4 സ്ക്രൂ ഇളക്കിയിട്ട് കുറച്ച് ഇളക്കി എടുക്കാൻ കുറച്ച് പാടാണ്. കാരണം ഈ കവർ ടാങ്ക് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അല്പം ബലം പ്രയോഗിച്ച് സൂക്ഷിച്ച് ഇതൊന്ന് പൊട്ടാതെ സൂക്ഷിച്ചെടുക്കണം. വേണ്ട, കുറച്ച് പാടാണ്. ഇവിടെ നന്നായിട്ട് തുടയ്ക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ബോക്സ് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യും, വൃത്തിയാക്കാം. എന്നിട്ട് ഈ പൈപ്പിനകത്ത് ഒന്ന് അപ്പോൾ ഇതാണ് ഫിൽറ്റർ. ഫിൽറ്ററിൻ്റെ വില 147. അപ്പോൾ ഇതാണ് ഫിൽറ്റർ. കണ്ടില്ലേ, ഈ ഭാഗം ഇവിടെ വരും ചെറിയൊരു സ്ലോട്ടുണ്ട് അവിടെ. ഓക്കെ, ഇങ്ങനെ വച്ചിട്ട് ഇത് അടിയിൽ വരണം. ഇതായത് ഇങ്ങനെ അത്ര കണ്ട, ഇങ്ങനെ തള്ളിപ്പിടിച്ച് വെച്ചിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടൈറ്റ് ചെയ്തു. ഇനി സൈഡ് കവർ നമുക്കതുപോലെ ഈ ബുഷ് ഇവിടെ നോക്കണം, ഇവിടെ അതേപോലെ. എന്നിട്ട് സ്റ്റാർ, പിന്നെ സീറ്റും കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ ഹോണ്ട ന്യൂ മോഡൽ BS6 വണ്ടിയുടെ ഷൈൻ വണ്ടിയുടെ, അതായത് SP 125 വണ്ടിയുടെ എയർ ഫിൽറ്റർ മാറിയതാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നല്ല കമൻറ്റുകൾ ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.